കോഴിക്കോട് നാരങ്ങാത്തോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വീണ്ടും മുങ്ങിമരണം. മരിച്ചത് ആന്ധ്ര സ്വദേശിയായ രേവന്ത്. NIT വിദ്യാർത്ഥിയാണ് മരിച്ച രേവന്ത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എപ്പോഴായിരുന്നു ഈ സംഭവം? വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ ഇന്ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. NITയിലെ 6 സംഘങ്ങൾ അടങ്ങിയ വിദ്യാർത്ഥികളാണ് ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാനായി എത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ, അതായത് ഈ ഒരു പതങ്കയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ മാസമാണ് ഒരു വിദ്യാർത്ഥി, 10ാം ക്ലാസ് വിദ്യാർത്ഥി സമാനമായ രീതിയിൽ വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു വിദ്യാർത്ഥി കൂടെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിത്താന്ന ഈ ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഈ വിദ്യാർത്ഥിയെ ആ ഒരു സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾക്കൊന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് ഈ ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് മുൻകരുതൽ ബോർഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പതങ്കയത്തിലേക്ക് ഇറങ്ങുന്നതും കുളിക്കാൻ ഇറങ്ങുന്നതും. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സെക്യൂരിറ്റി അടക്കം ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് ഉണ്ടെങ്കിൽ പോലും ഈ സെക്യൂരിറ്റിയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും വാക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെയും ഈ ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ തന്നെയാണ് അധികൃതർ കൈക്കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ ഒരു ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഈ ബോർഡുകളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ കടന്നുകയറ്റം വലിയ രീതിയിൽ ഇപ്പോൾ വലിയ അപകടം തന്നെയാണ് വിളിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ വെക്കേഷൻ സമയമാണ്. ഈ സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളെല്ലാം അടച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേനലവധി ആഘോഷിക്കാനായി നിരവധി ആളുകളാണ് ഈ കോടഞ്ചേരി പഞ്ചായത്തിലെ ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് ആളുകൾ എത്തുന്നത്. ഈ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ വെള്ളത്തിന് ശക്തിയില്ല എന്ന് തോന്നുമെങ്കിലും ഈ വെള്ളം വലിയ രീതിയിൽ ഉള്ളൊഴുക്ക് അതിശക്തമാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിയും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിന് ഉള്ളൊഴുക്കും അതുപോലെ തന്നെ വലിയ ആഴമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു മുൻകരുതലുകളും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ബോർഡുകളിലടക്കം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മുൻപുണ്ടായ മരണങ്ങളടക്കം ഈ ബോർഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കൂടുതലായ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വേനലാവധി അവസാനിക്കുന്നത് വരെ നിരവധി വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ മുൻകരുതലുകൾ എടുക്കണം എന്ന് തന്നെയാണ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നാട്ടുകാരും കൂടുതലായി വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആതിര. ശരി, അഭിന പി ചിറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.